Hi friends, welcome back to my channel. അപ്പം ഈ അടുത്ത് ചില കസ്റ്റമേഴ്സൊക്കെ പറയുന്നതാണ് 1 കിലോൻ്റെ കേക്ക് ആയിരിക്കണം, എന്നാലും 1.5 kg വലിപ്പമുള്ള കേക്ക് ആയിരിക്കണം എന്ന്, അതായത് നീട്ടി പരത്തി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് ഹൈറ്റ് അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഒന്നും അധികം വേണ്ട, 2 ലെയർ ആയിട്ട് തന്നെ നീട്ടി പരത്തി ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഈ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 1-2 ഓർഡറൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 1 kg വെയിറ്റ് വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു 1.5 kgയുടെ വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ 1 kg വെയിറ്റ് ആണ് വരണത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലോട്ട് 1 kg ബാറ്റർ വെച്ച് കൊടുക്കുമ്പോൾ അധികം ഹൈറ്റ് ഇല്ലാതെ ഒരു 1.5 kg വലിപ്പത്തിൽ നമുക്ക് സ്പഞ്ച് കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കുറേ പേർക്കൊക്കെ കേക്ക് കൊടുക്കാം എന്നുള്ള രീതിക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിൽ വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പിന്നെ എനിക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും എളുപ്പമാണ് കേട്ടോ. ഇങ്ങനത്തെ ഓർഡർ കിട്ടുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറില്ല. റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് കളറാണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം കേക്കിൻ്റെ ബോർഡർ സൈഡിലും അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് കുറച്ച് റെഡ് കളർ കൊടുത്തിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് പിന്നെ ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. ക്രീം നമ്മൾ ബീറ്റ് ചെയ്യണ സമയത്ത് കുറച്ച് ഓവർ ബീറ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം സൈഡ് ഭാഗത്തൊക്കെ ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. മുകൾ ഭാഗത്ത് ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബബിൾസ് ഒക്കെ ഉള്ള പോലെ തോന്നിയിട്ടാ. അപ്പം വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല, പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് കാണുമ്പോൾ എന്തോ ഒരു അപാകത പോലെ തോന്നി. അപ്പം ഞാൻ മുകൾ ഭാഗത്ത് ഒന്നും കൂടി സ്മൂത്താക്കി എടുത്തിട്ട് പിന്നെ ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കളറ് കുറവുള്ള പോലെ തോന്നി, ഒരു പിങ്ക് ഷെയ്ഡ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് റെഡായിട്ടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ നേരിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പിങ്ക് ഷെയ്ഡായിട്ട് തോന്നി. അപ്പോൾ ഒന്നും കൂടിയും റെഡ് കളർ ചേർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ റോസറ്റ് നോസിൽ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തെടുക്കുന്നത്. കേക്ക് നമ്മൾ നീട്ടി പരത്തി ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് വലിയ ഹെവി ആയിട്ടുള്ളൊരു ഡെക്കറേഷനൊന്നും ഇതിൽ ചെയ്യാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെയായിട്ട് റോസറ്റ് നോസിലുകൊണ്ട് നമ്മൾ റോസറ്റ് ഫ്ലവേഴ്സാണ് വരച്ച് വെക്കുന്നത്. പിന്നെ നമ്മൾ വൈറ്റും അതുപോലെ റെഡും മിക്സ്ഡ് ആയിട്ടുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതോടെ നമ്മുടെ കേക്കിൻ്റെ മെയിനായിട്ടുള്ള ഡെക്കറേഷൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വൈറ്റ് ക്രീം കൊണ്ടാണ്, ഈ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് ക്രീം കൊണ്ടാണ് മാറ്റർ എഴുതി കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മാറ്റർ കുറച്ച് എഴുതാണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതാക്കിയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പം ഇത്രയുള്ള നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടു പോരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.